കുണ്ടൻ ഞാനല്ല, നിങ്ങൾ രണ്ടെണ്ണം വേറെ അവിടെ പിറ്റിട്ടില്ലേ, അവരെ പോകത്ത് പോയി വിളിക്കുക, അല്ലെങ്കിൽ അവർ കുറച്ച് പിള്ളേരുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പിള്ളേർ, അവരെ പോയിട്ട് വിളിക്കുക കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ടുവന്ന് വിളിക്കുക. ഞാൻ കൊണ്ടുവന്നായിട്ടല്ല ജീവിക്കുന്നത്, മനസ്സിലായാ? ഇന്ന് നിങ്ങൾ തല മീറ്റ് ചെയ്തോ? ഇല്ല, മീറ്റ് ചെയ്തോ? ആന്ന് പറ. ഹായ് ഗായ്സ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊന്ന് ഞായറാഴ്ച ദിവസമാണ്, ഞാൻ ഓഫീസിലാണുള്ളത്. ബാക്കിൽ എൻ്റെ സ്വന്തം ലേസും വെള്ളമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വർക്കിൻ്റെ ഇടയിൽ ഞാൻ വലിയ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വെറുതെ തള്ളണ്ടല്ലോ ഒരു വീഡിയോ കണ്ടു. കാരണം ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോൻ്റെ ഒരു ബാക്കി പത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആഷി ടോപ്പിക്കിലോട്ട് വരുന്ന സമയത്ത് എല്ലാവരുടെയും മെയിൻ ഒരു വർത്തമാനമായിരുന്നു, ആഷി ഇഷ്ടമല്ലാണ്ടാണ് ജാസീൻ്റെ കൂടെ നിന്നേ എന്ന് പറഞ്ഞു. ആഷീനെ ഉമ്മാൻ്റെ അടുത്തോട്ട് ജാസി വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കുറേ ഓഡിയോയും ഉമ്മാൻ്റെ കുറേ ഓഡിയോ ഒക്കെ വന്ന സമയത്ത് ഇവരൊരു വീഡിയോ ഇട്ടിട്ട് ഇവർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, വിട്ടിരുന്നു, ഞാൻ ജാസീനെ ഉപദ്രവിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ട്വിസ്റ്റ് തരുന്ന രീതിയിൽ ഒരു ഓഡിയോ ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. ആ ഓഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ അധികം കത്തിയടിക്കാണ്ട് നമുക്ക് നേരെ ആ ഓഡിയോയിലോട്ട് പോകാം. കുണ്ടൻ ഞാനല്ല, നിങ്ങൾ രണ്ടെണ്ണം വേറെ അവിടെ പിറ്റിട്ടില്ലേ, അവരെ പോകത്ത് പോയി വിളിക്കുക, അല്ലെങ്കിൽ അവർ കുറച്ച് പിള്ളേരുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പിള്ളേർ, അവരെ പോയിട്ട് വിളിക്കുക കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ടുവന്ന് വിളിക്കുക. ഞാൻ കൊണ്ടുവന്നായിട്ടല്ല ജീവിക്കുന്നത്, മനസ്സിലായാ? ഈ ഒരു ഓഡിയോ ആഷീൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ജാസി പറയുന്നതാണ്. ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ വുമൺ ആണ്. ഈ പർട്ടിക്കുലർ ലേഡീനെ കുണ്ടൻ എന്ന പേരിൽ വിളിക്കുമ്പം ഓട്ടോമാറ്റിക്കലി അവർക്ക് ദേഷ്യം തോന്നും. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, ഈ രീതിയിൽ റിയാക്ട് ചെയ്തത്. പക്ഷേ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ യൂസ് ചെയ്തതുമായ വാക്ക് ശരി എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം നിങ്ങളുടെ രണ്ട് മോനെ പോയി വിളിക്കുക. കാരണം വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മളുടെ ജാസി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആഷീൻ്റെ ഉമ്മയാണ്, അതുകൊണ്ട് ഞാൻ പലതും പറയുന്നില്ല, അതൊരു എൻ്റെ അമ്മായിയമ്മയാണ്, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിപൊളി പ്രസ്താവന ഇറക്കിയ ഒരാളാണ് ഇപ്പോൾ കറൻ്റ്ലി വന്നിട്ട് ഈ രീതി പറയുന്നത്. അത് തെറ്റ്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വിളിച്ചത് റോങ് ആണ്, ഞാൻ സമ്മതിക്കുന്നു. അതിന് ഇങ്ങനെ ഒരു രീതിയിൽ ഉമ്മാൻ്റെ അടുത്ത് റിയാക്ട് ചെയ്ത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ പോലീസ് കേസ് ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് നല്ല ഈമാൻ ഇസ്ലാം ഉണ്ടല്ലോ അല്ലേ? അത് നിങ്ങൾ രണ്ടാമത്തെ മോൻ്റെ വൈഫോളെ വീട്ടിൽ പോയിരുന്നത് അല്ലേ? കുറച്ച് ദിവസം നിങ്ങളെ കിബ്രോണ്ടും നിങ്ങളെ കുഞ്ചോണ്ടും തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയത്. നിങ്ങൾക്ക് ഇങ്ങനെ നെരിക്കേണ്ടി വന്നത്, മനസ്സിലായ? ആദ്യം മനസ്സിലായ ഒന്ന് ഇനിയെങ്കിലും നല്ലൊരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക്. മരിച്ചു പോകേണ്ട തടിയല്ലേ നിങ്ങളത് അല്ലേ? ഈ കിബറും കിന്നായും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തെ മോളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക്. നിങ്ങൾക്ക് വലിയ ഈമാൻ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിസ്കരിച്ച പോലെ കാര്യമില്ല. എൻ്റെ മോനെ, ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടില്ലായിരുന്നു. ഞാൻ കരുതിയത് അങ്ങനെ കാണാണ്ട് അങ്ങ് റിയാക്ട് ചെയ്യണം. പക്ഷെ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ജാസി തന്നെ ലോക്കലായിപ്പോയി. എന്തൊക്കെ രീതിയിലുള്ള വർത്താനം പറയുന്നത്, ഭയങ്കര മോശമാണ്. ജാസി, നിങ്ങളൊരു ട്രാൻസ് വുമൺ ആണെങ്കിലും നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്താണ് ആഷി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെങ്കിലും ഉമ്മാൻ്റെ മോൻ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അപ്പോൾ ഉമ്മാൻ്റെ മോനെ ഉമ്മാൻ്റെ അടുത്ത് വിടാണ്ട് നിങ്ങളിങ്ങനെ പിടിച്ചു വെക്കുന്ന സമയത്ത് ആ ഉമ്മാക്ക് ദേഷ്യം പിടിക്കും. ഉമ്മ പലതും നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങൾ ഈ രീതിയിലാണ് പറയുക, മരിച്ചു പോകാനുള്ള ബോഡിയല്ലേ, നിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. സ്വന്തം ഉമ്മാനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആഷിക്ക് നിൽക്കാൻ തോന്നുന്നുണ്ടോ? സത്യം പറയുക, സ്വന്തം അച്ഛനെയും അമ്മേനെയും ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളുടെ കൂടെ എങ്ങനെയാണ് ഇയാൾക്ക് നിൽക്കാൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെ ഈ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഉമ്മ, നിങ്ങൾ ജാഷീനെ മാത്രം പറയണ്ട, ആഷീനെയും പറയണം. അവനെന്തുകൊണ്ട് ഉമ്മാൻ്റെ അടുത്തോട്ട് വരാത്തത്? താഴത്ത് ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നോട് ചോദിച്ചതല്ലേ, നിന്നോട് ആശി ഞാൻ കണ്ടു ഇവിടെ പോണത്, ആഷിയുടെ വണ്ടിയോ ആഷി ഫ്രണ്ട് വണ്ടി വന്ന് പോയി. അപ്പൊ നീ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല എന്ന്. പക്ഷെ ആഷി ഇന്നിട്ട സെയിം ഡ്രസ്സാണത് നന്ദിനി. തെളിവാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള തെളിവ്. ഇതിനും വലിയ തെളിവ് ഞാൻ എന്ത് തരേണ്ടത്? നിന്റെ സംസാരം കാണുന്നത് നീ അല്ല, അപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന നീ അല്ലേ? ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി പോയതല്ല. അവിടെ എത്തിയിട്ട് ഇവൻ നമ്പറിൽ വിളിച്ച് അപ്പൊ അവള് താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്തോ? വീഡിയോയിൽ നീ എന്താ കാണുന്നത്? ഇന്ന് നിങ്ങൾ ഇന്ന് നിന്റെ വായന കേൾക്കണം. ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്തോ? ഇന്ന് നിങ്ങൾ തല മീറ്റ് ചെയ്തോ? തല്ലരുത്. ഇല്ല, മീറ്റ് ചെയ്തോ? ആന്ന് പറ. ഇന്നലെ കണ്ടത് നിങ്ങൾ നന്ദിനി താഴത്തേക്ക് ഇറങ്ങി വന്നു, നിങ്ങൾ മീറ്റ് ചെയ്തു, ഉറപ്പല്ലേ? എന്റെ ഈ ഒരു ചാറ്റ് എനിക്ക് തോന്നുന്നു പ്രീവിയസ് ചാറ്റാണ്. എന്ന് വെച്ചാൽ ആഷി നന്ദിനീനെ കാണാൻ പോയ സമയത്ത് ആഷീനെ വിരട്ടുന്ന ഒരു ചാറ്റാണ്. അപ്പം ഈ ചാറ്റ് ഇപ്പോൾ ലീക്കാവുന്നത് ഇത്രയേ ഉള്ളൂ, ആഷീനെ ഉപദ്രവിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടത്തെ ഒരു കോൺട്രവേഴ്സി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ആഷീൻ്റെ ചുണ്ടും കുത്തും ഒക്കെ കിട്ടി പാടൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അത് പറയാണ്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് ലീക്കായി വന്നിരിക്കുന്നത് ആഷിയുടെ ഒരു സ്വഭാവം കാണിക്കാനാണ്. പിന്നെ റിലേഷൻഷിപ്പ് ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ഓപ്പോസിറ്റിലുള്ള പാർട്ട്ണർ നമ്മളെ ചീറ്റ് ചെയ്യുക എന്ന് തോന്നുമ്പം ഒരു ട്രാൻസ് വുമണോ ട്രാൻസ്ജെൻഡറോ മാത്രമല്ല, ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് റിയാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ പ്രണയം
എന്താ ടോക്സിക് ആവുന്നതിൻ്റെ പേരിൽ ഈ മറ്റേ പെട്രോൾ ഒഴിക്കുന്നതും കത്തിക്കുന്നതും അങ്ങനത്തതായ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ, ഫോട്ടോ ലീക്കാക്കുന്നതും വീഡിയോ ലീക്കാക്കുന്നത്. ഇതിൻ്റെ ഒരു വേറെ പതിപ്പാണ് ഈ തല്ലലും ഉപദ്രവിക്കലും ചൂടാവലും ചീത്ത പറയലും എന്നൊക്കെ പറയുന്നത്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും ഇപ്പോഴും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഒരു വിഷയമായിട്ട് വരുന്നത്. അപ്പം ഈ വീഡിയോയിൽ ബേസിക്കലി എനിക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ രണ്ടുപേരും ഇഷ്ടത്തിലാണ്, അവർക്ക് ആ റിലേഷൻഷിപ്പ് ഫ്രണ്ടോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണെങ്കിൽ അവർ പൊയ്ക്കോട്ടെ. ഇപ്പോൾ ഈ ഉമ്മാൻ ഇത്ര മാസമായിട്ട് കാണാൻ വരാത്തതിന് ജാഷീനെ മാത്രം പറയേണ്ട, ആഷീനും പറയാമല്ലോ. എന്തൊക്കെ കൂടോത്രത്തിൻ്റെ പുറത്താണെങ്കിലും അതിൻ്റെ ഇതിൻ്റെയും പുറത്താണെങ്കിൽ ഈ ഒരു നിങ്ങൾ പറയുന്ന പോലെ സോക്കോൾഡ് ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റം സഹിച്ച് നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഇത്രയും വലുതായ ഇത്രയും വലിയൊരു പുരുഷൻ. കാരണം ഇവർ തന്നെ പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. എല്ലാവർക്കും ഒരു വെറുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ റിലേഷനാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് ആഷിനെ ഇഷ്ടമാണ്, ആഷിക്ക് എന്നെ ഇഷ്ടമാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഇത്രയും വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ ആർക്കാണ് ഇത്രയും വലിയൊരു ദ്രോഹം, ഒരു കണ്ണികാടി എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഇതിനെ അവർക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മൾ പ്രത്യക്ഷപരമായി ആഷിക്ക് പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അവനെ പിടിച്ച് വെച്ചേക്കുകയാണ്, കെട്ടിട്ട് വെച്ചേക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവൻ ഇന്നേ വരെ ഇത് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ആഷി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ ആൾക്കാരുകൾ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. ആഷി വന്ന് എന്തെങ്കിലും പറയട്ടെ, അല്ലെ ജാസി വന്ന് എന്തെങ്കിലും പറയട്ടെ, അപ്പോഴേ ഇതിനൊരു തീരുമാനമാവും. അത് സത്യം പറഞ്ഞാൽ ഉമ്മാന്റെ വോയിസ് തന്നെയാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച്, കാരണം എന്തൊക്കെയായാലും ആ വോയിസ് ഇറക്കിയ ആള് എന്ന് പറയുമ്പോൾ അവർക്ക് ആഷിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരുമല്ല. പക്ഷെ എനിക്ക് ആഷിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായാലും എൻ്റെ പാർട്ണറിന്റെ അമ്മയാണ്. അപ്പോൾ അത് പറയരുത്. പാർട്ണറിൻ്റെ അമ്മ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള വർത്താനമല്ല നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതിനെ വലിയ രീതിയിൽ നിങ്ങൾ സപ്പോർട്ടൊന്നും ചെയ്യണ്ട. നമ്മൾ നേരത്തെ കേട്ടു എന്തായാലും മരിക്കാനുള്ള ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആഷിനെ, അങ്ങനെയൊന്നും ഇല്ല. കാരണം ആഷിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി ആയിക്കോട്ടെ, അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഒരു ആൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, അപ്പോൾ അമ്മ പറയാണ് നീ അവളെ ഒഴിവാക്കി, അല്ലെങ്കിൽ അവനെ ഒഴിവാക്കി നീ വന്നാലേ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ നീ അവനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കത്തില്ലല്ലോ. ആ ഒരു റീസൺ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമാണ് സ്നേഹിക്കുന്നത്. അത് ഓരോരുത്തരുടെ സ്വഭാവം പോലെയാണ്, ഓരോരുത്തർ അച്ഛനെയും അമ്മേനെയും കാണുന്ന പോലെയാണ്. ഒഴിവാക്കില്ല എന്ന് എല്ലായിടത്തും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒഴിവാക്കിയവരും ഉണ്ട്, ഒഴിവാക്കാത്തവരും ഉണ്ട്. അത് വ്യക്തികളുടെ സ്വഭാവമാണ്. നിങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ആഷീൻ്റെ ഉമ്മ മരിക്കും, ആഷി വന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഉമ്മ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, ഞാൻ ജാസീൻ്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നത് ആഷീൻ്റെ സ്വഭാവമാണ്, ആഷീൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അതേ സ്വഭാവം എല്ലാവർക്കും ആവണമെന്നില്ല. പിന്നെ ഇവിടെ ബേസിക്കലി നടക്കുന്നൊരു കാര്യം, ഇപ്പോൾ ജാസി എന്ന് പറയുന്നത് ഒരു നോർമൽ വുമൺ ആയിരുന്നെങ്കിൽ, ട്രാൻസ് വുമൺ അല്ലാണ്ട് ഒരു നോർമൽ വുമൺ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഉമ്മ അക്സെപ്റ്റ് ചെയ്യും, നല്ല രീതിയിൽ അവരുടെ ജീവിതം ഫ്രണ്ടോട്ട് പോകും. ഇതൊരു ട്രാൻസ് വുമൺ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നതും വർത്താനം ഉണ്ടാകുന്നതും വോയിസ് പോകുന്നതും അതാക്കുന്നത്. അത് മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാവുന്നുള്ളൂ. ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയം വരുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ നോ വാട്ട് ദ കമ്മ്യൂണിറ്റി എന്താ, അവരെ കുറിച്ചിട്ടൊക്കെ എനിക്ക് കൂടുതൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ റൈറ്റാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള ആൾക്കാർ എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഉമ്മ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഉമ്മ ഇങ്ങനെ തന്നെയേ പറയും. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ.